കറിയാച്ചോ, ഇത് നടപ്പ് മത്സരമൊന്നുമല്ല. ഒന്ന് സാവകാശം നടക്ക്. 30-35 കൊല്ലമായിട്ടുള്ള ശീലമല്ലേ ജോണേ? 3 കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ട് ശോശാമ്മയും ഞാനും കൂടി ജോലിക്ക് പോയതൊക്കെ. അതൊക്കെ ഒരു കാലം. പക്ഷേ ഇപ്പോഴും ആ പരവേശം അങ്ങ് മാറിയിട്ടില്ല. ശരിയാ കറിയാച്ച, പിള്ളേരെ ഒരിക്കൽ സ്കൂളിലാക്കിയിട്ട് ഓഫീസിൽ പോകുന്നതിന്റെ ആ പരവേശമൊന്നും എനിക്ക് മനസ്സിലാകില്ല. എനിക്കതിനുള്ള ഭാഗ്യമില്ലാതായിപ്പോയി. എന്താ ജോണ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? മക്കളില്ലാത്ത താനും മക്കളുള്ള ഞാനും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? നമ്മൾ ഒരുമിച്ചല്ലേ താമസിക്കുന്നത്. അങ്ങനെയല്ല കറിയാച്ച, നിങ്ങൾക്കൊക്കെ സ്വന്തമെന്ന് പറയാനും വിളിക്കാനും ആരെങ്കിലും ഉണ്ടല്ലോ, അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹോപ്പെങ്കിലും ഉണ്ടല്ലോ. ഞാനും ചിന്നമ്മയും കൂടി മുഖത്തോട് മുഖം നോക്കിയിരിക്കാന്നല്ലാതെ ആരെ വിളിക്കാനാടോ? ജോൺ എന്താ ഈ പറയുന്നത്? മക്കളിലാണോ നമ്മളുടെ അൾട്ടിമേറ്റ് ഹോപ്പ്? അവരും മനുഷ്യരല്ലേ, അവർക്കും എന്തെങ്കിലും സംഭവിച്ചുകൂടുന്നുണ്ടോ? നമ്മുടെ നിത്യമായ ആശ്രയം കർത്താവിലല്ലേ. ഞാൻ ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് മറക്കും. ഇതൊക്കെ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മള് ഓർത്തഡോക്സ് ഇന്റർനാഷണൽ സെന്ററിലാക്കിയിരിക്കുന്നത്. ദൈവവചനം പഠിക്കാനും ബലപ്പെടാനും സഭാ ശുശ്രൂഷകളിൽ ഏർപ്പെടാനും ഇവിടെ എന്തുമാത്രം സൗകര്യങ്ങളാണുള്ളത്. അത് ശരിയാ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇതുപോലെ സ്ഥലത്ത് വന്നു പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും ബാറിൽ സ്ഥിരതാമസമാക്കിയേനെ. ഇത് നമ്മുടെ ടീംസ് ക്യാമ്പിലെ പിള്ളേരല്ലേ? അവർ ഒരാഴ്ച ഇവിടെ കാണും. തലയിലെങ്ങാനും കൊണ്ടേനെ. സോറി അങ്കിൾ. സോറി അങ്കിൾ? അതേതെങ്കിലാടാ? വല്യപ്പന്റെ പ്രായമുള്ള ദേഹത്താണല്ലോ പന്തെറിഞ്ഞ് കളിക്കണത്. സോറി അങ്കിൾ, അറിയാതെ പറ്റി. വിടു ജോണേ, പിള്ളേരല്ലേ. ഇവൻ ആരാണെന്ന് മനസ്സിലായോ? ഇവൻ എന്റെ ചേട്ടന്റെ ഗ്രാൻഡ് സൺ അല്ലേ? ഇതെന്തുവാടാ, നിന്റെ തല കറണ്ട് അടിച്ചോ? എന്ത് ചെയ്യുന്നു? +2 കഴിഞ്ഞു. എടാ മോനെ, ഞങ്ങളുടെ ഈ ക്യാമ്പസ് ഒക്കെ എങ്ങനെയാണ്? ഗുഡ്. അന്ന് മോൻ ചെല്ല്, നിന്റെ കൂട്ടുകാരെ വിളിക്കുന്നു. പറഞ്ഞ് നാവെടുത്തില്ല. തോമാസിന് ഭയങ്കര ഐസ. ദാ വരുന്നു. Wow, this is great, Papa. എന്നാലും തോമാച്ച വളരെ മോശമായിപ്പോയി. മോൻ വരുന്ന വിവരം എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. നിന്റെ ഈ സർപ്രൈസ് വിസിറ്റ് ഒന്നും ഇവർക്ക് മനസ്സിലാകത്തില്ല. ഇവരുടെ വിചാരം നീ വരുന്ന വിവരം എനിക്ക് നേരത്തെ അറിയാവുന്ന എല്ലേടൂ. സാരമില്ല തോമാച്ച, ഞാൻ വെറുതെ തമാശ പറഞ്ഞ. ആ മോനെ, ഇത് മിസ്റ്റർ സ്കറിയ, ജോൺ, നിന്റെ അപ്പന്റെ കൂട്ടുകാരാ. എന്ന് താമസിക്കണ്ട. ചെല്ല്, മേഴ്സി കാത്തിരിക്കുന്നുണ്ടാവും. ബൈ ബൈ അങ്കിൾ. ജോണേ, നമ്മുടെ തോമസിന്റെ മോൻ വന്നിരിക്കുന്നതേ ഒരു ഇൻസ്പെക്ഷന് വേണ്ടിയാ. ഇൻസ്പെക്ഷനോ? അവന്റെ വിചാരം അപ്പനും അമ്മയും വീടൊക്കെ ഉപേക്ഷിച്ച് ഏതോ ഓൾഡ് ഏജ് ഹോമിലാണ്. ഓൾഡ് ഏജ് ഹോമോ? എന്താ ഈ പറയുന്നത്? ജോൺ സാറേ, വാച്ച് നോക്കണ്ട. സോറി, ഞാൻ ഒരല്പ ലേറ്റ് ആയി പോയി. ജോൺ സാർ എന്താ മുണ്ടാക്കി കളഞ്ഞേ? ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി. ഓക്കെ. നമ്മുടെ ടീൻസ് ക്യാമ്പിലെ കുട്ടികളല്ലേ അത്? എങ്ങനെയുണ്ട്? അവരുടെ പരിപാടിയെല്ലാം തുടങ്ങിക്കഴിഞ്ഞല്ലോ. ഇന്നത്തെ കാലത്ത് ഇത്രയും കുട്ടികളെ നല്ലൊരു കാര്യത്തിന് കിട്ടുന്നത് തന്നെ അത്ഭുതമാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു ക്യാമ്പസും സംവിധാനങ്ങളും ഉള്ളത് കൊണ്ടാണ് കാര്യങ്ങളെല്ലാം ഇത്ര ഭംഗിയായി നടക്കുന്നത്. സംശയമുണ്ടോ സാറേ? ഓർത്തഡോക്സ് സഭാംഗങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഈ ക്യാമ്പസ്? സ്കറിയ സാറേ, നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ദൈവവചനം പഠിക്കാനും അവരുടെ വ്യക്തിത്വം വികസിപ്പിക്കാനും സഭയോട് അടുക്കുവാനും അവസരമൊരുക്കുന്ന സ്ഥലമല്ലേ ഇത്? അച്ഛൻ പറഞ്ഞു വളരെ ശരിയാ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ചുമതല നമുക്കുണ്ട്. ഞാനത് പറയാൻ തുടങ്ങിയായിരുന്നു. Today's young people have strange attitudes. അവരിൽ പലർക്കും ആവശ്യത്തിലധികം പണവും സൗകര്യങ്ങളും ഉണ്ട്. The saddest thing is, എഡ്യൂക്കേഷൻ കൊണ്ട് അവരെ നല്ല മനുഷ്യരാക്കുമെന്നാണ് പല പേരൻസും ചിന്തിക്കുന്നത്. എഡ്യൂക്കേഷൻ കൊണ്ട് ആൾക്കാർ നന്നായിരുന്നെങ്കിൽ നമ്മുടെ പോലീസിനും കോടതിക്കും ഒരു പണിയും കാണില്ലല്ലോ. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം മനുഷ്യൻ നന്നായില്ല.
ദൈവത്തോട് അടുക്കുമ്പോഴാണ് മനുഷ്യന്റെ ഹൃദയത്തിന് തന്നെ മാറ്റം വരുന്നത്. ആ, നിങ്ങളെ പോലെ ചിന്തിക്കുന്ന മുതിർന്നവരെ കൂട്ടിന് കിട്ടിയതാണ് എന്റെ ഭാഗ്യം. ഞാനിത് മുഖസ്തുതി പറയുന്നൊന്നും അല്ല കേട്ടോ. കൗൺസിലർ റെജി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ആയിക്കോട്ടെ. ഓക്കെ. ഒരെണ്ണം കൂടെ അങ്ങ് കഴിക്കേ. അയ്യോ മമ്മി, ഇപ്പൊ തന്നെ ഓവറായി. ഓ, അത് സാരമില്ല, വല്ലപ്പോഴും അല്ലേടാ. അപ്പോ ഇറച്ചിക്കറിയും കഴിച്ച് വയറ് നിറച്ചാലേ ഉച്ചയ്ക്ക് നീ വിഷമിക്കുമേ. പപ്പയുടെ മമ്മിയുടെ ഓൾഡ് ഏജ് ഹോം എങ്ങനെയുണ്ട്? കൊള്ളാം പപ്പ, കൊള്ളാം. I never expected a place like this. It's great. പപ്പായും മോനും സംസാരിച്ച് ക്ഷണിക്കുമ്പോ കഴിക്കാനാ. നീ എങ്ങോട്ട് പോവാടി? ഇവിടെ വന്നിരിക്കേ. ഞാനിവിടെ ഇരുന്നാലേ ഉച്ചയ്ക്ക് വല്ലതും കഴിക്കണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ക്യാമ്പസിലെ കെട്ടിടങ്ങളും ഗ്രീനറിയും ആംബിയൻസും ഒക്കെ നിനക്ക് ഇഷ്ടപ്പെട്ട് കാണും. ഫോർ റിട്ടയർഡ് പീപ്പിൾ ലൈക്ക് us, this is a place of enlightenment. അത് നിനക്ക് എത്രമാത്രം മനസ്സിലാകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. വന്ന് കണ്ടപ്പോഴല്ലേ പപ്പ മനസ്സിലായത്. നീ മുഴുവൻ മനസ്സിലാക്കിയിട്ടില്ല മോനെ. ഈ കാണുന്ന ആംബിയൻസിനേക്കാൾ മെച്ചപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട് ഇവിടെ. നിന്റെ മമ്മി ഞാനും വി ആർ ടോട്ടലി എൻഗേജ്ഡ് ഫ്രം മോർണിംഗ് ടു ഈവനിങ്. You're working here? Yes, we are working here for God. You're working for God? What happened to your ideology, papa? ദൈവവേലയൊക്കെ വല്ല അച്ഛന്മാരുടെയും തിരുമേനിമാരുടെയും ജോലിയല്ലേ? മോനെ, അത് നിന്റെ തോന്നലാ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ തിരുമേനി ചാപ്പലി പ്രസംഗിച്ചത് അച്ഛൻ ഓർക്കുന്നുണ്ടോ? പിന്നെ ഈ ദൈവവേല എന്ന് പറയുന്നത് അച്ഛന്മാരുടെയും തിരുമേനിമാരുടെയും മാത്രം പണിയൊന്നുമല്ല. ഓരോ സഭാംഗത്തിനും അതിൽ പങ്കുണ്ടെന്ന തിരുമേനി പറഞ്ഞത്. അങ്ങനെയല്ലേ അച്ചായ പറഞ്ഞത്? അതെ. നമ്മുടെ സഭാപിതാക്കന്മാർ കാലാകാലങ്ങളിൽ ഇതൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. ആർക്കും അതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളും അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലെ കുറച്ചു പേർക്ക് താമസിക്കാനുള്ള റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റോ കുറെ പരിപാടികൾ നടത്താനുള്ള കോൺഫറൻസ് വെന്യൂവോ ഒന്നുമല്ല. അപ്പൊ നിങ്ങളെ പോലെയുള്ള ഫാമിലീസ് താമസിക്കുന്നത് കൂടാതെ ഇവിടെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ? രാവിലെ നമ്മൾ വരുമ്പോൾ കുറച്ച് ടീനേഴ്സിനെ കണ്ടില്ലായിരുന്നു? ദേ ആർ ഹിയർ ആസ് പാർട്ട് ഓഫ് എ ടീൻസ് ക്യാമ്പ്. ഓ, നമ്മുടെ പുതിയ തലമുറയെ എക്വിപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാ ഈ ക്യാമ്പ്. അതിന്റെ ഭാഗമായി അവർക്ക് ബൈബിൾ സ്റ്റഡി ഉണ്ടാകും, ചർച്ച് വാല്യൂസിനെ പറ്റി ക്ലാസ് ഉണ്ടാകും, പിന്നെ സോഫ്റ്റ് സ്കിൽ പ്രോഗ്രാംസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഗെയിംസ്, മ്യൂസിക്, അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. തിങ്സ് ആർ ഗെറ്റിംഗ് മോർ ക്ലിയർ പപ്പ. പപ്പ പറഞ്ഞതുപോലെ ഈ ആംബിയൻസിനപ്പുറത്തേക്ക് ദിസ് ഇസ് എ ഡിഫറെന്റ് വേൾഡ്. അതല്ലേ ഞാൻ പറഞ്ഞത്, ഫാമിലി എൻറിച്ച്മെന്റ് പ്രോഗ്രാം, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, അങ്ങനെ കുടുംബങ്ങളെയും വ്യക്തികളെയും ബിൽഡപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഓ, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഡിസംബർ ത്രൂ ഔട്ട് ഞങ്ങളുടെ പ്രോഗ്രാംസ് ഉണ്ട്. ഓഡിറ്റോറിയം ഫ്രീ ആണ്, പക്ഷെ അക്കോമഡേഷന്റെ കാര്യം ബുദ്ധിമുട്ടാണ്. ഓ ശരി, എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഓക്കെ. വന്ന് ഇവിടെ ഇപ്പം ഒരു ദിവസം പോലും ഒഴിവില്ലല്ലേ? എന്റെ റെജി, ഒന്നും പറയണ്ട. കഴിഞ്ഞ മാസം നമ്മുടെ ഡോമെട്രിയും റൂംസും ഒക്കെ ഫ്രീ ആയിരുന്നു. ഇനി 2-3 മാസത്തേക്ക് നോക്കണ്ട. അച്ചോ, എന്താ കുര്യാക്കോസേ? അച്ഛന് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. ഓ ശരി, ഞാൻ വന്നേക്കാം. കുര്യാക്കോസേ, എന്തോ? ഇത് നമ്മുടെ ക്ലിനിക്കിലെ സിസ്റ്ററിനെ ഏൽപ്പിക്കാം. കുറച്ച് മെഡിസിൻസാ. ഈ പുസ്തകം ഡോക്ടർക്കുള്ളതാ. ഓ ശരി. ശരി. പിന്നെ റെജി, നമുക്കിറങ്ങാം. എനിക്ക് അരമന വരെ ഒന്ന് പോണം. തിരുമേനിയുമായി ഒരു മീറ്റിംഗ് ഉള്ളതാ.